ഇനി പുതിയൊരു മഹാനവറുകളെ പരിചയപ്പെടാം. പുതിയ പുതിയ ആളുകൾ വരുമ്പോൾ പരിചയപ്പെടുത്തണമല്ലോ. പുതിയൊരു മനുഷ്യനാണ്, അദ്ദേഹം പുതിയതായി രംഗത്ത് വന്നിട്ടുണ്ട്. അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം. അദ്ദേഹം ഒരല്പം ക്ഷോഭമൊക്കെയുള്ള ആളുകളാണ്. നമ്മൾ സാധാരണ ഈ തങ്ങന്മാർ ഔലിയാക്കൾ എന്നൊക്കെ പറയുമ്പോൾ അവരെ എന്തെങ്കിലും പറഞ്ഞു പോയാൽ അവർ ശോഭിക്കും. അദ്ദേഹം അങ്ങനെ ശോഭിക്കുന്ന ഒരാളാണ്. വന്നിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് നിങ്ങൾ തന്നെ കേട്ടോളൂ. ദീൻ എന്താ പഠിക്കാള് പറഞ്ഞാണ്, ആ ഹമാസിന് പോകരുത്, ലൈവിൽ നിന്ന് പോകരുത്. എന്താണ് ഇതിൽ ദീനിൽ ഞങ്ങൾ പറഞ്ഞതിൽ എന്താണ് തെറ്റുള്ളതെന്ന് പറഞ്ഞാട്ടെ, പറയും. ഞാൻ നിൽക്കുന്ന പരിശുദ്ധമായിരിക്കുന്ന മക്കയിലാണ്. കഅബാലയത്തിന്റെ ചാരത്ത ഞാൻ നിൽക്കുന്നത്. എന്റെ ഈ റൂം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദൂരം, കുറച്ച് നടക്കാൻ, ഒരു 5 മിനിറ്റ് കൂടെ നടക്കാനുള്ള ദൂരം കൂടിയില്ല. പരിശുദ്ധമായിട്ടുള്ള കഅബാലയത്തിന്റെ ചാരത്ത് എന്ന് കൊണ്ടാ പറയുന്നത്. ഹമാസ് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി, ഹമാസ് ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. അല്ലെങ്കിൽ ഹമാസിനെതിരെ കൂടി ഞാൻ ഇവിടുന്ന് ദുആ ചെയ്യും, ഇവിടുന്ന് ഞാൻ ദുആ ചെയ്യും. ഹമാസിലേക്ക് അത്ര രസം പോലും ഉണ്ടാവൂല, ഹമാസിലേക്ക് അത്ര രസം ഉണ്ടാവില്ല. പറയാനൊന്നുമില്ലാത്ത ആളുകൾ ഉണ്ടാതിരിക്കാൻ വേണ്ടിയാണ് പോവുക. മനസ്സിലായോ? അല്ലാതെ ഈ ലൈവിൽ വന്നുകൊണ്ട് അതൊന്നും പറയാനാണെന്നുണ്ടെങ്കിൽ ഈ ലൈവിൽ കരണ്ട ആവശ്യമല്ല. മനസ്സിലായോ? അതിൽക്കാർക്ക് വേറെയുള്ള ആളുകളെ ലൈവ് ഉണ്ടാവും. എന്റെ ഉപ്പാന്റെയും എന്റെ ഉമ്മയൊക്കെ ലൈവ് ഉണ്ടാവും. വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവരോട് ലൈവ് ആയിക്കൊണ്ട് എന്തെങ്കിലും പറഞ്ഞോളൂ. നിങ്ങൾക്ക് മനസ്സിലായോ? മോശം പുള്ളിയൊന്നുമല്ല. ഹമാസ് ഏതാണ്ട് കാര്യങ്ങളിൽ ഏതോ ഒരാളുടെ പ്രൊഫൈലിൽ ഹമാസ് എന്നോ മറ്റോ ആയിരിക്കും അവർ ഇമെയിൽ ഐ ഡി വല്ലോ ഉള്ളത്. അതുകൊണ്ട് ഹമാസിനെ ദുആ ചെയ്ത് തകർത്ത് കളയുമെന്നാണ് പറയുന്നത്. അതായത് മക്കത്ത് പുള്ളി താമസിക്കുന്ന റൂമിന് തൊട്ട് ചാരയാണ് കഅബാലയം നിൽക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നിന്ന് ദുആ ചെയ്താൽ ഹമാസിനെ തകർത്ത് തരിപ്പണമാക്കും എന്ന് മാത്രമല്ല, പിന്നെ ഖത്തറിൽ പോലും ഹമാസിന് തുടരാൻ പറ്റത്തില്ലെന്നാണ് പറയുന്നത്. അത്ര ശക്തിയായി ആഞ്ഞടിച്ച് ഭിത്തിയിൽ ഭറ്റിക്കുമെന്നാണ് ബഹുമാനപ്പെട്ടവർ പറയുന്നത്. പിന്നെ പറഞ്ഞു കേട്ടില്ലേ അവസാനം, തങ്ങളാണ്, വലിയ പെരിയ തങ്ങളാണ്, ചെറിയ ആളൊന്നുമല്ല. നിങ്ങളെ പുള്ളിയുടെ ഒരു മഹത്വം, ഞാനിതൊക്കെ പറയുമ്പോൾ വിചാരിക്കും പുള്ളി കൊച്ചാളാണെന്ന്. പുള്ളി എങ്ങനെയാണ് ഈ സമുദായം കാണുന്നതെന്നുള്ളത് അറിയണമെങ്കിൽ ബാക്കി പുള്ളി പറയുന്ന കാര്യം കൂടി ശ്രദ്ധിച്ചോളൂ. പുറപ്പെടുമ്പോ പല ആളുകളും ദുആ വസിയത്ത് പറഞ്ഞവരുണ്ട്. എല്ലാവരുടെ ദുആ വസിയത്തുകളും നീ ഖബൂലാക്കണേ അല്ലാഹ്. ഇവിടെ പല ആളുകളും ഞാനിട്ട ഹറാം കെട്ടിയ ഡ്രസ്സ് പല ആളുകളും കൊണ്ടുപോകുന്നുണ്ട് നാട്ടിലേക്ക്. അവര് മരിക്കുമ്പോ ജനാസ ഖബറടക്കുമ്പോ എനിക്ക് അതിൽ വേണം എൻ്റെ മയ്യത്തെ ഖബറടക്കാൻ എന്ന് പറഞ്ഞുകൊണ്ട് പല ആളുകളും ഇഹ്റാമിന്റെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് അത് ഇടിയിപ്പിച്ചിട്ട് എന്നെ കൊണ്ട് ഉംറ ചെയ്യിക്കുന്ന വേളയിൽ അത് ഇടിയിപ്പിച്ചിട്ട് അത് കഴിഞ്ഞിട്ട് അവർ കൊണ്ടുപോവുക നാട്ടിലേക്ക്. പിടിച്ചോ? പുടി കുട്ടിയ ആരാന്ന്? പുള്ളിയെ മക്കത്ത് കൊണ്ടുപോയി ഉംറ ചെയ്യിച്ചിട്ട് ആ ഉംറയ്ക്ക് വേണ്ടി ഇടുന്ന, ഇഹ്റാമിന് വേണ്ടി ഇടുന്ന തുണി അദ്ദേഹത്തിൻ്റെ അനുയായികൾ വാങ്ങിക്കൊണ്ട് പോവുകയാണ് നാട്ടിലേക്ക്. എന്തിനാ? മയ്യത്ത് കഫം ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അത് പൊതിയുമ്പോൾ ഈ പണ്ഡിതവരേണ്യനായ ഹമാസിനെയൊക്കെ ദുആ ചെയ്ത് ഖത്തറിൽ പോലും തകർക്കാൻ ശേഷിയുള്ള, മാരകമായി ഡൊണാൾഡ് ട്രംപിൻ്റെ കയ്യിലും അല്ലെങ്കിൽ അതിനപ്പുറത്തുമൊക്കെ ആളുകളുടെ കയ്യിൽ ഇരിക്കുന്ന ആ ആയുധം ഉപയോഗിച്ച് തകർക്കാൻ കഴിയുന്ന ആളുടെ വസ്ത്രമാണ്. അത് കൊണ്ടുപോയി നമ്മൾ മയ്യത്തടക്കുമ്പോൾ മയ്യത്ത് സംസ്കരണത്തിന് ഉപയോഗിച്ചാൽ അതിൻ്റെ മഹത്വം അറിയാവുന്നതുകൊണ്ടാണ് ഈ വസ്ത്രം കൊണ്ടുപോകുന്നത്. ഈ വസ്ത്രം വെറുതെ കിട്ടില്ല. നിങ്ങൾ പുള്ളിയെ ഉംറയ്ക്ക് കൊണ്ടുപോകണം. ആ കൊണ്ടുപോകുന്ന സമയത്ത് ഇതിടണം. ഒന്ന് ആലോചിച്ച് നോക്കണേ. കൊണ്ടുപോകുന്ന ചിലവ് വല്ലവരുടെയും, തുണി വേറെ ആരുടെയെങ്കിലും, ഒന്ന് ആലോചിച്ച് നോക്കണേ. എന്താ വിളിക്കേണ്ടത്? എന്താ പറയേണ്ടത്? എങ്ങോട്ടാണ് ഈ സമൂഹം പോകുന്നത്? ഇത് പോകുന്ന പോട്ടെ, എല്ലാ മാജിക്കുകാരനും തട്ടിപ്പുകാരനും വേലയിറക്കുന്നവനും കുംഭകോണക്കാരനും അവനൊരു ഐഡൻറ്റിറ്റി ഉണ്ട് എന്ന് പറയാം. ഇതിൻ്റെ പിന്നാലെ പോകുന്നൊരു സമൂഹം, ഒരു സമുദായം, അതിൻ്റെ സ്ഥിതി എന്താണ്? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? യഥാർത്ഥത്തിൽ RSSോ നരേന്ദ്രമോദിയോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലുമോ PC ജോർജോ ആരെങ്കിലും ആണോ ശത്രുക്കൾ? ഈ സമൂഹത്തിൻ്റെ മുഴുവൻ സമ്പത്തും ഇതുപോലെ വിശ്വാസമെന്ന പേരിൽ ഊറ്റി കുടിച്ച്, കണ്ടില്ലേ പറയുന്നത്? ഇതാണ് വിശ്വാസം.